ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സദ്യ സാമ്പാർ ഉണ്ടല്ലോ, നല്ല കട്ടിയിൽ നല്ല വറുത്തരച്ചിട്ടുള്ള സാമ്പാർ. ആ സാമ്പാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാൻ ഈ സാമ്പാറിന് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് മുരിങ്ങക്കായ, വെണ്ടക്കായ, തക്കാളി, ഉരുളക്കിഴങ്ങ്, ചെറിയുള്ളി, ചേന, കായ, പടവലങ്ങ, അമരക്കായ, ഇതെല്ലാം കുറേശ്ശെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പരിപ്പൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് പരിപ്പ് എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലിട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വെണ്ടക്കായ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. കാരണം ഇത് നമ്മൾ സാമ്പാറിൽ ഇടുന്ന സമയത്ത് ഇത് ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കലാണ്. ആദ്യം തന്നെ ഈ പണികളെല്ലാം കഴിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഓരോന്നായിട്ട് അതിലേക്ക് ആഡ് ചെയ്യേണ്ട പണിയുണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഭയങ്കര എളുപ്പമായിരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ട് വറുത്തുകൊണ്ടിരിക്കുകയാണ്. ആ തേങ്ങയുടെ കളറൊന്ന് ചെറുതായിട്ട് മാറി വരുന്ന സമയത്ത് ഞാനിതിലേക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തേങ്ങ വറക്കുന്ന സമയത്ത് കുറച്ച് ഒഴിച്ചിരുന്നു, പിന്നെ വീണ്ടും കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഉഴുന്നിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1-2 ടേബിൾ സ്പൂൺ ഉഴുന്നിട്ട് കൊടുത്തിട്ടുണ്ട്. ഉഴുന്നൊന്ന് കളർ മാറി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ സൈഡിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ തന്നെ ഉഴുന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ ഈ തേങ്ങയുടെ കളർ ഒരു ബ്രൗൺ കളറായിട്ട് വരണം. അതുവരെ നമുക്ക് ഈ തേങ്ങ വറുത്ത് കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ തേങ്ങയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്, ഒരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഉലുവ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് വറുത്തുകൊണ്ടിരിക്കാം. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വറുത്ത് വന്ന് കളറൊക്കെ മാറി നമ്മുടെ കറിവേപ്പിലൊക്കെ ഒന്ന് നല്ല ക്രിസ്പി ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ എല്ലാ പൊടിയും കൂടെ ഒരുമിച്ച് ഒരു പാത്രത്തിൽ ഇട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അത് ഒരുമിച്ച് ചേർക്കും. അല്ലെങ്കിൽ ഓരോ പൊടിയായിട്ട് ചേർക്കുന്ന സമയത്ത് അത് കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് സാമ്പാർ പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടി എല്ലാം കൂടെ ഒന്ന് ചേർത്തിട്ട് പൊടി കരിഞ്ഞു പോവാതെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അരയ്ക്കുന്ന സമയത്ത് നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം. തരിയൊന്നും ഇല്ലാതെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ പകുതി പരിപാടി കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് നമ്മൾ നേരത്തെ ഇതിലേക്ക് വേണ്ട കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 2-3 പച്ചമുളക് കീറിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കഷ്ണം വേവാനായിട്ടും നമ്മുടെ സാമ്പാറിൻ്റെ ചാറിനൊക്കെ നമുക്ക് എത്രത്തോളം വെള്ളമാണോ ആവശ്യമുണ്ടെന്ന് തോന്നുന്നത് നമുക്ക് അത്രയും കൂടെ വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് ഞാൻ കുറച്ച് പുളി, ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ നമ്മളിതാ അടുപ്പത്ത് വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മളിതിൽ തക്കാളിയും വെണ്ടക്കായും ചേർത്തിട്ടില്ല കേട്ടോ, അതിപ്പോൾ ചേർക്കുന്നില്ല. ഇനി നമുക്ക് ഈ സാമ്പാറിലേക്ക് നല്ല സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കായം ചേർത്ത് കൊടുക്കാം. നമ്മളെപ്പോഴും ഈ കട്ടിക്കുള്ള കായം ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. അതില്ലാന്നുണ്ടെങ്കിൽ മാത്രം കായപ്പൊടി ചേർത്താൽ മതി കേട്ടോ. സാമ്പാറിൽ എപ്പോഴും ഇങ്ങനെ കട്ടിക്കുള്ള കായം ചേർക്കുന്നതാണ് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതൽ. കായം ചേർത്തതിന് ശേഷം നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരുന്ന തക്കാളിയും വെണ്ടക്കായും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി, പുളി ഒരുപാട് കൂടി പോകണ്ട. ഇനിയിപ്പോൾ പുളി കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അത് നോക്കിയിട്ട് കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ശർക്കരയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നേരത്തെ നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരുന്ന പരിപ്പുണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരുപാട് തിളയ്ക്കേണ്ട, ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ. അങ്ങനെ ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് മാറ്റി വെച്ചിരുന്ന അരപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. നമ്മുടെ സാമ്പാർ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ ചാറൊക്കെ നല്ല കട്ടിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് വറുത്തിടണം. അതിനായിട്ട് നമുക്ക് ഒരു പാനിൽ എണ്ണ ചൂടാക്കി, എണ്ണ ചൂടാകുമ്പോൾ കടുക് പൊട്ടിച്ച് അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് സാമ്പാർ ഒന്ന് വറുത്തിട്ട് കൊടുക്കണം. അതോടുകൂടെ നമ്മുടെ സദ്യ സ്പെഷ്യൽ നല്ല വറുത്തരച്ച് സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.